ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രമോഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ റിയൽ വിശേഷം ഇട്ടിട്ടില്ല. കാരണം രാവിലെ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമായത്. കാരണം നമ്മുടെ കാലാവസ്ഥ നല്ല മഴ 2 ദിവസമായിട്ട് നല്ല ശക്തമായ മഴ ഞങ്ങളുടെ നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ പറയുവാനോ അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുവാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ റിയൽ വിശേഷം ഇടാഞ്ഞത്. എന്തായാലും ഇപ്പം പ്രകൃതിയൊക്കെ അല്പം ശാന്തമായി, എല്ലായിടത്തും അങ്ങനെ ശാന്തമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അടുത്ത ആഴ്ച നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതവും അല്പം ശാന്തമാകുന്ന രീതിയിൽ പോകുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് കാണുന്നത്. നന്ദയുടെ ഒരു തകർപ്പൻ എപ്പിസോഡെന്ന് പറയാം. അല്ലെങ്കിൽ നന്ദയുടെ ചില പിങ്കിക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പണി നമ്മുടെ നന്ദ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോഷത്തിൽ പറഞ്ഞിരുന്നു, ഇന്ത്യവരത്തേക്ക് ഒരു പുതിയ അതിഥി എത്തുന്നു. അതുകൊണ്ട് എന്താണ് ഈ അതിഥി എത്താത്തത്, ഇന്ന് വരെയും കണ്ടിട്ട് ആ അതിഥി എത്തിയില്ലല്ലോ എന്ന് പലരും കമൻ്റായിട്ടും അതുപോലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ആഴ്ച അതിഥി എത്തിയില്ല. എന്നാൽ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും അതിഥി എത്തും. ആ അതിഥി ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യവരക്കാർക്കൊരു സർപ്രൈസ് തന്നെയായിരിക്കും ആ അതിഥിയുടെ വരവ്. നന്ദയാണ് ഈ അതിഥിയെ കൊണ്ടുവന്ന് ഇന്ത്യവരത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഇന്ത്യവരംകാരുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ അർജുൻ്റെ രൂപസാദൃശ്യത്തിലുള്ള ഒരു പുതിയ അതിഥി ഇന്ത്യവരത്ത് നന്ദ കൊണ്ടുവരുന്നു. ആ നന്ദയുടെ ഉദ്ദേശം എന്താണ്, ഈ വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇനി വരുന്ന ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൽ കാണാൻ പോകുന്ന. ഇതിൻ്റെ പുറകിലുള്ള നന്ദയുടെ പ്ലാൻ എന്താണ്, മാത്രമല്ല ഈ അതിഥി എങ്ങനെയാണ് അർജുനുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അർജുൻ്റെ സാദൃശ്യമുള്ള ഈ വ്യക്തി ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ പ്രേക്ഷകരായി നമുക്കുമുണ്ട്. ഇന്ത്യവരം തറവാട്ടുകാർക്കും ആ ഒരു ചോദ്യം ഇങ്ങനെ വലിയ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ വിശേഷം പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നന്ദയുടെ ഒരു തകർപ്പും പ്ലാൻ തന്നെ. പിങ്കിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണം. പിങ്കി ഒരു കാരണവശാലും ഒതുങ്ങാതെ നന്ദനെയും ഗൗതമിനെയും മാക്സിമം പറ്റിക്കുവാൻ ശ്രമിക്കുന്ന പിങ്കിയെ ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ നന്ദയുടെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമാകുമെന്ന് നന്ദയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നന്ദ ഇറക്കുമതി ചെയ്ത ഒരു താരമാണ് ഈ അർജുൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഈ വ്യക്തി അത്രയ്ക്ക് നല്ല വ്യക്തിയൊന്നും അല്ല എന്നതാണ് പ്രമോശത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പ്രമോശത്തിലൂടെ ഈ അതിഥി താരത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് അതിഥികൾ ഇന്ത്യവരത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഈ അർജുൻ്റെ സാദൃശ്യമുള്ള ഈ അതിഥിക്ക് ഇന്ത്യവരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനും പിങ്കിയുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ കൊണ്ടുവരുവാനൊക്കെ കഴിയുന്ന ഒരു താരം തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്നത് ഈ താരം ആരാണ്, ഈ അതിഥി താരം ആരാണ്, ഇവൻ്റെ ഉദ്ദേശം എന്താണ്, ഇവൻ എന്തിനാണ് ഇന്ത്യവരത്ത് വന്നത്, ആരാണ് കൊണ്ടുവന്നത്, നന്ദ തന്നെയാണോ, അല്ലെങ്കിൽ നന്ദനെ കൊണ്ടുവരുവാൻ നിർബന്ധിതയായതാണോ എന്നൊക്കെ വലിയൊരു ചോദ്യചിഹ്നവുമായിട്ടാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കാണണം. പ്രത്യേകിച്ച് പറയട്ടെ, അടുത്ത ആഴ്ച നമ്മുടെ ഈ കഥ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചില സമയത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാരണം ഒത്തിരി പ്രേക്ഷകർക്ക് ഈ കഥ മിസ്സാകും. എന്നാൽ ഞങ്ങളുടെ ചാനലിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇടുന്ന പോലെ ഈ റിയൽ സ്റ്റോറി ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കയറി സെർച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്തായാലും ഗൗതമിൻ്റെയും നന്ദയുടെയും ജീവിതം ശാന്തമായിട്ട് പോകുന്നു. അതിനോടൊപ്പം പിങ്കിയുടെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ മറക്കില്ല. അതിനിടയ്ക്ക് ഗൗതം വലിയൊരു ദൗത്യമായിട്ട് മുൻപോട്ട് പോകുന്നത് കാണാം. നമ്മുടെ സജീവനെയും പാത്തിയെയും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരെ ചോദ്യം ചെയ്ത് നമ്മുടെ പൗത്രിയുമായിട്ട് സജീവൻ എന്താണ് ബന്ധം, സജീവൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എപ്പിസോഡും കൂടെയാണ്. അപ്പോൾ എന്തായാലും റിയൽ വിശേഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ ഫുൾ വിശേഷം ഞാൻ രാവിലെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലോ വരുന്നില്ല അടുത്ത ആഴ്ചത്തെ റിയൽ വിശേഷം അല്ലെങ്കിൽ പ്രമോശേഷം പറയാം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.